ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ വിലയേറിയ വോട്ട് പാഴാവാതിരിക്കാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ഈ നാട്ടിലെ CPM-ഉം BJP-യും കോൺഗ്രസും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഓരോ പൗരന്റെയും സ്വത്തായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതെന്ന് മാധ്യമ വാർത്തകളിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ഊഴം കോൺഗ്രസിന്റെയാണ്. അവർ അവസാനമായി കേരളം ഭരിച്ച കാലയളവിൽ, അതായത് 2015 ജൂലൈയിൽ വന്ന ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കി. കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് 11 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന കാര്യം വ്യവസായ വകുപ്പ് മന്ത്രി സഭയെ അറിയിച്ചത്. കേരള സ്റ്റേറ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഉൾപ്പെടെ 11 സ്ഥാപനങ്ങളാണ് നഷ്ടത്തിലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നു. കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF ഗവൺമെന്റ് നഷ്ടത്തിലാക്കിയത് കേരളത്തിലെ 11 പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ്. ഇവരെ പറ്റി ഇനി കൂടുതലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അടുത്ത ഊഴം BJP-യുടേതാണ്. കഴിഞ്ഞ 11 വർഷമായി രാജ്യം ഭരിക്കുന്ന BJP എന്ന പാർട്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകൾ തന്നെ പറയുന്നതാകും നല്ലത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി വിറ്റഴിക്കാനുള്ള നടപടികൾക്ക് കേന്ദ്രം തുടക്കം കുറിച്ചു. ആദ്യഘട്ടത്തിൽ BSNL-ന്റെയും MTL-ന്റെയും ഭൂമിയും ഫ്ളാറ്റുകളും വിൽക്കും. 970 കോടി വിലമതിക്കുന്ന ആസ്തികളാണ് വിൽക്കുക. എയർ ഇന്ത്യ വിൽപ്പന ഊർജ്ജമാക്കിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിൽപ്പന നിർണായക ചുവടുവയ്പെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാനും തീരുമാനിക്കുന്നുണ്ട്. അതിനിടെ എയർ ഇന്ത്യ മാനേജ്മെന്റ് പുനഃസംഘടിപ്പിക്കാൻ ടാറ്റ നീക്കം തുടങ്ങി. പല കാലഘട്ടങ്ങളിൽ പല സർക്കാരുകൾ ഉണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങളായ എയർ ഇന്ത്യ അടക്കം 25 എണ്ണം വിറ്റുതുലച്ചൊരു പാർട്ടിക്ക് നിങ്ങൾ ഈ വാർത്തകൾ കണ്ട ശേഷവും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങൾക്ക് കാര്യമായ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇനി CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണിയുടെ ഊഴമാണ്. 2016 അവർ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള അവസ്ഥ ആദ്യം പറഞ്ഞല്ലോ. അവിടെ നിന്ന് കാര്യങ്ങൾ ഏറെ മാറി. ഇപ്പോൾ 10 വർഷം കൊണ്ട് 27 പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു. ഇതിനു പുറമെ മൊത്തം വിറ്റുവരവ് 2440 കോടി എന്ന റെക്കോർഡ് നേട്ടത്തിൽ എത്തിക്കാനും 10 വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലാക്കിയവർക്കാണോ, വിറ്റുതുലച്ചവർക്കാണോ, അതോ ലാഭത്തിലാക്കിയവർക്കാണോ നിങ്ങളുടെ വിലയേറിയ വോട്ട് നിങ്ങൾ നൽകാൻ പോകുന്നത്?